കടുത്ത മീനച്ചൂടിനെ അവഗണിച്ച് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ചും പൊതു രാഷ്ട്രീയത്തെക്കുറിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മോട് സംസാരിക്കും. തുടക്കം മുതൽ തന്നെ UDF കേന്ദ്രങ്ങളും ലീഗ് കേന്ദ്രങ്ങളുമെല്ലാം പറഞ്ഞിരുന്നത് 2 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം അവസാന ഘട്ടത്തിലാണ് പ്രചാരണം. ഈ ഘട്ടത്തിൽ എന്ത് തോന്നുന്നു? ഈ പ്രതീക്ഷ പ്രാവർത്തികമാകുമോ? നല്ല ഭൂരിപക്ഷം ഉണ്ടാവുന്നേ ഞാൻ തുടക്കം പോലും അത് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ഒടുക്കും അതേ പറയുള്ളൂ. എണ്ണൊന്നും ഞാൻ പറയില്ല. അത് കൂടുകയോ കുറയൊക്കെ ചെയ്യുമെന്നുള്ളത് പ്രവർത്തകന്മാർ കണക്ക് കൂട്ടട്ടെ. ഒരു കാര്യം തീർച്ചയാണ്, ജനങ്ങളുടെ പ്രതികരണം അനുസരിച്ച് നല്ല വമ്പൻ ഭൂരിപക്ഷം ഉണ്ടാവും. LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് MP ഫൈസലിനെ കുറിച്ച് പൊതുവെ ഉയർന്നു കാണുന്ന ഒരു പരാതി ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ശരിയല്ല. ആരാ ബലവാൻ ദുർബലൻ എന്നൊക്കെ പറയുന്നത്? മനുഷ്യരൊക്കെ ഒരുപോലെ തന്നെയല്ലേ? ഇവിടെ അവർക്ക് പറ്റിയ കാൻഡിഡേറ്റിന് അവരെ വെച്ചു, ഞങ്ങൾക്ക് പറ്റിയ കാൻഡിഡേറ്റ് ഞാനായതുകൊണ്ട് എന്നൊന്നും ഇനി ഞങ്ങൾ അങ്ങനെ ഒരാളെ പറ്റിയും ബലവാന് ദുർബലൻ എന്നൊന്നും പറയാനില്ല. കാരണം ഇപ്പോൾ ഇവിടെ BJP ആണ് പറയുന്നതെങ്കിൽ BJPൻ്റെ സ്ഥാനാർത്ഥിയും ഒരു ജില്ലയുടെ വൈസ് പ്രസിഡന്റ് അല്ലേ. അപ്പം അതിലൊന്നും കാര്യമില്ല. അവർ പറ്റിയ സ്ഥാനാർത്ഥിനെ അവർ വെച്ചു, അത്രേ ഉള്ളൂ. ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് MP ഫൈസൽ എന്ന് പറയുന്നത്. അതിൽ വലിയ കഴമ്പുണ്ടോ? ആരോട് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളത്. വെറുതെ എന്തെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് പറയുന്നതാ, വേറൊന്നുമില്ല. ഇപ്പം ഫാസിസ്റ്റ് ഭീഷണി ചെറുക്കാൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിലെ ദേശീയ തലത്തിലേക്ക് പോകുന്നു, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരമൊരു പ്രചാരണമാണ് UDF കേന്ദ്രങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പോകുന്നത്. എന്തിനു പോകണം എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. പിന്നെ ആരെയാണ് ഇന്ത്യയിൽ പിന്തുണയ്ക്കേണ്ടത്? BJP-യെയോ? ഒന്നുകിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ്. ഇടതുപക്ഷം എവിടെ? അവിടെ ഒരു സിംഗിൾ സീറ്റ് പോലും കേരളത്തിന് പുറത്ത് അവർക്ക് കിട്ടുന്നില്ല. ബംഗാളിൽ കുറച്ചുണ്ടായിരുന്നു, അതും ഇപ്പോൾ കിട്ടുന്നില്ല. പിന്നെ കേരളത്തിന് പുറത്ത് പോയി 2 ചോയ്സേ ഉള്ളൂ, ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP-യെ പിന്തുണക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി പിന്നെ ഏതൊരാൾക്കും പിന്തുണക്കാവുന്ന സംഘടന BJP-യെ വരരുത് ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ ചോയ്സ് കോൺഗ്രസ്സാണ്. ഒപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോൾ UP തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഈ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭീഷണി ചെറുക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടത്ര കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അതെങ്ങനെയാ? പഞ്ചാബിലും ഗോവയിലും ഒക്കെ ഇത്തവണ കോൺഗ്രസ് അല്ലേ ജയിച്ചത്? ഗോവയിൽ അവർ പിൻവാതിലൂടെ അധികാരം പിടിച്ചതല്ലേ. പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നല്ലോ. അത് ശരിയല്ല. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവി ഉണ്ടാവും എന്ന് വിചാരിച്ച് അത് അവസാനത്തതാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ മണ്ടത്തരം പറയാം. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ 5 തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ സത്യത്തിൽ 3 സംസ്ഥാനങ്ങളിൽ നല്ല പെർഫോമൻസാണ്. 2 BJP-ക്ക് പിന്നെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് തന്നെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അല്ല, അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി വളരെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അവരുടെ ലീഡർഷിപ്പ് നിൽക്കുന്ന സമയത്താണല്ലോ കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും ഭരണം കിട്ടിയത്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഒരു മതിയായ ലീഡർ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ ഈ സാമുദായിക പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗ് അറിയപ്പെടുന്നത്. എങ്കിൽ കൂടി മത തീവ്രവാദ സംഘടനകളുമായും പ്രത്യേകിച്ച് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുമായൊക്കെ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം സ്വീകരിച്ചിരുന്ന ഒരു പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗ് അറിയപ്പെട്ടിരുന്നത്. ഈ മലപ്പുറത്ത് ഈ 2 പാർട്ടികൾ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ സ്വീകരിച്ചതിലൂടെ അത്തരമൊരു പ്രതിച്ഛായ, ഒരു മതേതര പ്രതിച്ഛായ നഷ്ടപ്പെടുന്നു തോന്നുന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ ലീഗ് നല്ല മതേതര പാർട്ടി തന്നെയാണ്. അതിനാര് പിന്തുണച്ചാലും ഒരു കുഴപ്പം പറ്റാൻ പോകുന്നില്ല. ലീഗിൻ്റെ നയപരിപാടികൾ വെച്ചാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങൾ വളരെ കർശനമായ നിലപാടേ എടുക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പലരും പല സ്റ്റാൻഡ് എടുക്കും. അത് മെറിറ്റിലെടുക്കുന്നതായിരിക്കും. ഞങ്ങൾ സഖ്യ ചർച്ച നടത്തിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മതേതരത്വത്തിനൊരു കോട്ടം വരുത്താൻ ആര് വിചാരിച്ചാലും കഴിയില്ല. മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. ആ വക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺട്രവേഴ്സി ആക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇടതുപക്ഷം എല്ലാ കാലത്തും ഈ പിന്തുണകളൊക്കെ മാറി PDP-ൻ്റെ ഒക്കെ അവരും സ്വീകരിച്ചതല്ലേ. പിന്നെന്താ ഇത്ര പറയാൻ അവർക്ക്? ഞങ്ങളിവിടെ ആരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമില്ല, പിന്തുണ സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. വെറുതെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ വേറെന്താ ഉള്ളത്? അവർക്ക് എല്ലാവർക്കും
ആർക്കെങ്കിലുമൊക്കെ നിശ്ചയിച്ച് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുക എന്നല്ലാതെ ഇതിൽ ഇടതുപക്ഷം വലിയ ഒന്നാം നമ്പറുകാരായിട്ട് ഒരു കാര്യമില്ല. അപ്പം തന്നെ ബീഫ് ഇപ്പോൾ വീണ്ടും മലപ്പുറത്ത് ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. BJP കാൻഡിഡേറ്റ് മലപ്പുറത്തുകാർക്ക് നല്ല ബീഫ് നൽകുന്ന ഒരു വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലീഗിന് എന്താണ് പറയാനുള്ളത്? അത് നോർത്ത് ഇന്ത്യയിൽ ബീഫ് നിരോധിക്കും എന്ന് പറയാം, മലപ്പുറത്ത് നല്ല ബീഫ് കൊടുക്കും എന്ന് പറയാം. ഇതിനെപ്പറ്റി എന്ത് പറയാനാണ്? കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുമല്ലോ പൊള്ളത്തരം. മലപ്പുറത്ത് മുസ്ലിം വോട്ട് വേണ്ടിയിട്ടാണോ ഈ ഒരു? അത് അവരോട് ചോദിക്കേണ്ടതാണ്. ഇങ്ങനെ രണ്ട് വർത്താനം രണ്ട് സ്ഥലത്ത് പറയുന്നത് എന്തിനാന്നുള്ളത് അവരോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ അത് പൊള്ളയായ ഒരു വർത്തമാനമാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കന്മാർ വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തന രംഗത്തുണ്ട്. ലീഗിനെ നേതാക്കന്മാരെയൊക്കെ അപ്രസക്തമാക്കുന്ന രീതിയിൽ ഒരു ഇടപെടലാണ് നടത്തുന്നത്. ചില കേന്ദ്രങ്ങളൊക്കെ ലീഗ് കൂടുതൽ ആത്മവിശ്വാസം വന്ന് നിർജ്ജീവമായി പോയി എന്നുള്ളൊരു വലിയ അങ്ങനെ ഒരു പരാതി വരുന്നുണ്ട്. അങ്ങനെ അതിൽ കാര്യമുണ്ടോ? അല്ലല്ല, കോൺഗ്രസിനല്ലേ സ്റ്റേക്ക്. കോൺഗ്രസിനാണല്ലോ ഇന്ത്യയിൽ BJPയെ താഴെ ഇടേണ്ടതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. സ്റ്റേക്ക് അവർക്കാണ്. അതുകൊണ്ട് ഏത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അവർ വളരെ പ്രധാനമായിട്ട് എടുക്കും. കാരണം BJP അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിന് എടുക്കുന്നത് മതേതരത്വത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ദേശീയ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഡൽഹിയിലുണ്ടെങ്കിൽ എല്ലാ ബന്ധമുള്ള അതുപോലെ തന്നെ ബന്ധപ്പെടാൻ പറ്റുന്ന മതേതര നേതാക്കന്മാരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി സംസ്ഥാനങ്ങളിൽ മതേതര കൂട്ടായ്മ ഉണ്ടാക്കാനും അതിൻ്റെ ഒപ്പം അവശ്യ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ നിർത്താൻ വേണ്ടി ക്യാമ്പയിൻ ചെയ്യാനും ശ്രമിക്കും. തീർച്ചയായും PK കുഞ്ഞാലിക്കുട്ടി നമ്മോട് പങ്കുവച്ചിരിക്കുന്ന മലപ്പുറത്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെല്ലാം PK കുഞ്ഞാലിക്കുട്ടി തള്ളിക്കളയുകയാണ്. വലിയ ഭൂരിപക്ഷത്തിന്റെ എണ്ണം കൃത്യമായി പറയുന്നില്ലെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന പ്രതീക്ഷയും PK കുഞ്ഞാലിക്കുട്ടി നമ്മോട് പങ്കുവയ്ക്കുന്നു. ക്യാമറമാൻ സ്വരൂപിനൊപ്പം മുഹമ്മദ് ഷഹീദ്, News 18.